ഈ ഞായറാഴ്ച ഞങ്ങൾ ഇറങ്ങി കാലത്ത് തന്നെ 9-10 മണി ആവണുള്ളൂ. ഇനി ഒരു ട്രിപ്പ് പോകാനായിട്ട് പള്ളിയിൽ പോയൊക്കെ വന്ന് ഇനിയിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഇറങ്ങാണ്. ഞങ്ങൾ പോകേണ്ടത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിരപ്പള്ളിയിലെ തന്നെ പല ഭാഗങ്ങൾ ഉണ്ട് കാണാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലം തേടിയിട്ടാണ് പോണത്. നല്ലൊരു സ്ഥലം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങൾ. അല്ല അമ്മു? അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കണ. അമ്മ ഒന്നും പറയണില്ലേ? അപ്പൊ അവിടെ കാണാം കേട്ടോ. അമ്മു സൂപ്പർമാർക്കറ്റിൽ പോവാ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ കടക്കാനായിട്ട്. കായ ബീഫും വയ്ക്കാണ്ട് കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കായ, ബീഫ്, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ് ഫ്രൈയും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ഐറ്റത്തിലെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. സമയം എത്രയെന്നറിയോ? 1:30 ആവാനാ പോണത്. ഇവിടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടില്ല ഇതുവരെ. കുക്കറിൽ ബീഫിനുള്ളത് വേവിച്ചവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയും പണി കിടക്കാണ്. സമയം ഇനി എത്ര ആവും? കഴിച്ചു വരുമ്പോഴേക്കും 2-3 മണി മിക്കതും ആവും. ഇന്നത്തെ ലഞ്ച് 3 മണിയാവും. അവിടെ ഇടയിലൊക്കെ തണ്ണിമത്തങ്ങ അടിക്കണു. പിന്നെന്തൊക്കെ അവിടെ ചിപ്സിന്റെ പാക്കറ്റ് ഉണ്ടായാലോ? കഴിച്ചു കഴിഞ്ഞാ ഇടയിലിടയിൽ ചിപ്സ് കഴിക്കണു. ഇങ്ങനൊക്കെ ഓരോന്ന് ഗ്യാപ്പിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ എല്ലുള്ള ഇറച്ചിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. വാരിയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ എല്ല് മാറ്റിയിട്ട് ഇറച്ചി മാത്രം ആക്കാണ് കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുക. എൻ്റെ 2 തരത്തിൽ വെക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വാരിയലിൻ്റെ ഒരു പട്ടായിട്ട് മുഴുവനായിട്ട് ആണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ എല്ലിൻ്റെത്. ഫ്രൈഡ് റൈസിനുള്ള അരിക്കുള്ള വെള്ളം തിളച്ചു. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള അരി ഇടാം. ഈച്ചക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഈച്ച എന്നെ ശല്യപ്പെടുത്തുന്നു. തുടങ്ങി വേഗം ഉണ്ടാക്കിയതാ.
അങ്ങനെ കായ അരിക്കിട്ടു. ഇപ്പോൾ കായും ബീഫിൻ്റെ വാരിയെല്ലും സെറ്റ് ചെയ്യാനായിട്ട് അത് മൂടി എടുത്ത് എടുത്ത് വയ്ക്കല്ല, വേവിക്കാനുള്ള പരിപാടി ഇരിക്കുക. ചോറ് തിളച്ചു തുടങ്ങി. ഫ്രൈഡ് റൈസിൽ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നോക്കാട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ നാട്ടിലത്തെ ഓയിൽ കൊണ്ടുവരാൻ മറന്നു, ഓയിലും നെയ്യൊക്കെ വേണ്ടതായിരുന്നു, അതൊന്നുമില്ല അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇന്നത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെളിച്ചെണ്ണ കേട്ടോ മേടിച്ചിട്ടുള്ള, നമ്മുടെ കേരളത്തിലത്തെ വെളിച്ചെണ്ണയല്ലേ, എങ്ങനെയുണ്ട് നോക്കാം. കേരളത്തിലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇനി പാചകം എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ബീഫും കായും കുക്കറിലിട്ടിട്ട് അടിക്കാനുള്ള പരിപാടി കുക്കർ കയറ്റി വെച്ചു കേട്ടോ. ഇത് എത്ര വിസിലടിക്കണോ? ഒരു വിസിൽ അടിച്ചാൽ മതി. അങ്ങനെ കുക്കർ ഇറക്കി വെച്ചു കേട്ടോ. അടുത്ത് ഉരുളി ബീഫും കായും കുക്കറിലടിച്ച് ഇറക്കി വെച്ചു. അപ്പോൾ അരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത് എന്തിട്ട് ഉണ്ടാക്കാനുള്ളതാ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അരിക്ക് വെളിച്ചെണ്ണ. കുറച്ച് കുരുമുളക് പൊടി, വെയിൽ വന്നോണെങ്കിൽ സോയാ സോസ് ഒഴിച്ച് വരുമ്പോഴേക്കും വെയിൽ നമ്മുടെ ചട്ടീനെ മുകളിലേക്ക് എത്തിയല്ലോ. തക്കാളി ഇട്ടിട്ടില്ല. അമ്മി ചോറ് പാത്രത്തിലോട് തട്ടി കൊടുത്തു, ഇളക്കി മിക്സ് ചെയ്യണം. അടുപ്പ് ചെറുതായാലേ ഉള്ളി 2 പേര് പിടിച്ചാലാണ് നിൽക്കുള്ളൂ, അല്ലാന്ന് ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്തേക്ക് എത്തും. അപ്പോൾ അത് കാരണം 2 പേര് പിടിച്ചിട്ടാണ് ഇളക്കണം. സോയാ സോസ് കുറവുണ്ടോ? സോയാ സോസ് അപ്പോൾ ഇത്തിരി ഒഴിക്കണം ഒന്ന് സെറ്റാവാനായിട്ട്. ഇത്തിരി കുരുമുളക് പൊടിയും, മുളക് ഇത്തിരി കുറവുള്ളതാണ്, ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറച്ചിക്ക് വേണ്ട മസാലകളൊക്കെ കൂട്ടി റെഡിയാക്കി വന്നതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി, സവാള, തക്കാളി ഒക്കെ ഇട്ട് വഴറ്റി, അതേപോലെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കിയൊക്കെ വന്നതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ചൂടായി അവിടെ നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത്. ആദ്യം തുടങ്ങുമ്പോൾ അവിടെ തണലായിരുന്നു, ചൂടായിപ്പോൾ ഫോണും അതിനനുസരിച്ച് ചൂടായി. അങ്ങനെ ഫോണ് ഹാങ്ങായി. ഞങ്ങളുടെ ഫോൺ ഹാങ്ങായപ്പോൾ ആ എടുത്ത വീഡിയോ ഇതിൽ നിന്ന് പോയി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഫോണിലൊക്കെ ഹാങ്ങിങ് പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് വീഡിയോ ആണ് ഇതിലിടുന്നത്. അത് കഴിഞ്ഞാൽ മസാല കയ്യിലിട്ട് കമത്തി ഇളക്കണതൊക്കെ. ഗരം മസാല ഇട്ടു.
ബീഫിന്റെ ഇറച്ചി മാത്രമാക്കിയിട്ട് വെച്ചിട്ട് ആഹാ നല്ല തണുത്ത കാറ്റ്. മിളക് ഇതില് എടുത്ത് ഇടണത് ഇടിച്ച മിളക് കേട്ടോ. ആദ്യം ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം. ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ആദ്യം ഇട്ടു. പൊടിച്ച ഇടിച്ച മിളക് കേട്ടോ. പൊടിച്ചതല്ല, ഇടിച്ച മിളകാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത്. ഇത് കോൺഫ്ലവർ. ഇത് ഇതിന് കോൺഫ്ലവർ ബീഫ് ഫ്രൈ അല്ലേ, ഒരു കോട്ടിങ് വേണ്ട. ഓ, ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവറും കൂടി ചെയ്യാണ് കേട്ടോ. കോൺഫ്ലവർ മാത്രല്ല, ഇനി കുറച്ച് അരിപ്പൊടി ഇട്ടാ അതിലേക്ക് ഇടുന്നത്. കാശ്മീരി മുളക് പൊടി ഇട്ടാ ഇടുന്നത്. കാശ്മീരി മുളക് പൊടി. ഗരം മസാല കുറച്ചിട്ടാ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ. എന്നിട്ട് ചറപറ എന്ന് ഇളക്കാം. അങ്ങനെ കഴിക്കാനിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3:15 കഴിഞ്ഞു കേട്ടോ. വലിയൊരു എല്ല് കഷ്ണം പിടിച്ചിട്ട് ബേബി ചാട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ നല്ലല്ല മമ്മി എങ്ങനെയുണ്ട്? കലത്തോട് കൂടി ഇരുന്നാണോ കഴിക്കണേ? നേരെ ഇത്രയേ കാരണമാണ്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ എല്ലാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങള് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോ ഞങ്ങള് എല്ലാരും ക്ഷീണായിട്ടാ. അതെ, വെള്ളത്തിൽ കുളിച്ച് ഒരാള് ഉറങ്ങി, ഒരാള് മൊബൈല് കാണുന്നു. അമ്മാവന്തത് കഴുത്തിന് ഭയങ്കര ദാഹം ഉണ്ട് കേട്ടോ. ദാഹം മാത്രം തീരണില്ല എന്നുള്ളൂ, ചൂട് കാരണം. ചായയും കുടിച്ചു, എല്ലാ മറ്റേ സർവത്തും എല്ലാം ഒക്കെ കുടിച്ചൊക്കെ ചെയ്തു. പക്ഷെ ഒരു രക്ഷയില്ല, ദാഹം മാറണല്ലേ എങ്ങനെ പോയിട്ടു. എന്തായാലും അപ്പൊ ഇന്നത്തെ ഈ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും അടുത്ത ഞായറാഴ്ച നമുക്ക് കാണാം. അടുത്ത ഞായറാഴ്ച ഇനി കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബൈ ബൈ ബൈ.